എൽദോ സൈന്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ ഈ ഒരു മേഖലയിൽ പരിശോധനയ്ക്കായി ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം അവരുടെ ഒരു സാന്നിധ്യം തന്നെ ഈ ഒരു തെരച്ചിൽ ഇനി വേഗം നൽകും, ആത്മവിശ്വാസം നൽകും. നമുക്ക് ഇനി ഇതുവരെ ഉണ്ടായിരുന്ന ആ പ്രതിസന്ധി ഇതോടെ ഒരു പരിഹരിക്കാനുള്ള നടപടികൾ ആവുകയാണ്. ഈ നിലവിൽ അവർക്ക് കൈവശം വെക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ മാത്രമാണ് ഉള്ളത്. കാരണം ബെയിലി പാലം ഇല്ലാത്തതുകൊണ്ട് വലിയ എക്സ്കവേറ്ററുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ഒന്നും തന്നെ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മൺവെട്ടിയും പിക്കാസും അതുപോലെ തന്നെ മഴുവും അത്തരത്തിൽ കയറും എല്ലാമായി സൈന്യത്തിൻ്റെ ഒരു ബറ്റാലിയൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മേഖലയിലെ രക്ഷാപ്രവർത്തനം തെരച്ചിലിന് പുതിയ വേഗം കൈവരികയാണ്. ഇതാണ് ഇവിടെ കാത്തിരുന്ന ആ സൈന്യത്തിന്റെ ഒരു സാന്നിധ്യം ഇവിടെ എത്തി എന്നുള്ളതാണ് ഈ ദിവസത്തെ ഇതുവരെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ. സൈന്യം ഈ മുണ്ടക്കൈ ഈ മസ്ജിദ് മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനി ഈ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കടിയിലും വന്നടിഞ്ഞ വലിയ പാറക്കല്ലുകൾക്കടിയിലും വന്നടിഞ്ഞ് മണ്ണിന് താഴെയുമൊക്കെ അവരുടെ പരിശോധന ഇനി ഉണ്ടാകും. നമുക്ക് ഇനി ഇവിടെ നിന്നും ഈ ജീവനോടെ ആരെങ്കിലും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ആരെങ്കിലും മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവൻ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈ ഒരു രക്ഷാദൌത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധ അതിന് തന്നെയായിരിക്കും. അപ്പോൾ ഇനി തെരച്ചിലിന്റെ സൈന്യത്തിന്റെ കടന്നുവരവോടെ ഈ മുണ്ടക്കൈ മേഖലയിൽ രക്ഷാപ്രവർത്തനം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമ്മൾ സൈന്യത്തിന്റെ കൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. എഴുതോ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ആ സൈന്യമെത്തി. സൈന്യം മുണ്ടക്കൈ ഭാഗത്ത് തകർന്നടിഞ്ഞു കിടക്കുന്ന മുണ്ടക്കൈയിൽ അവിടെ തെരച്ചിൽ നടത്തുകയാണ്. പരിശോധന നടത്താൻ വേണ്ടി എത്തിയതാണ്. സാധ്യമായിട്ടുള്ള എല്ലാം ചെയ്യുന്നു. അവിടെ വലിയ മിഷനറി കൊണ്ടുവരിക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ മൺവെട്ടികളും മറ്റ് അതുപോലുള്ള ചെറിയ ആയുധങ്ങളുമായിട്ടാണ് സൈന്യത്തിൻ്റെ വരവ്. അനുമോദ് തുടരുന്നുണ്ട് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന്. അനുമോദ്, നമ്മൾ ഇനി അവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. അനുമോദ്, ആ പ്രദേശവാസികൾ ആരെങ്കിലും ആ കൂടെ ഉണ്ടോ? സൈന്യത്തിൻ്റെ പ്രദേശവാസികളുടെ സഹായം ആവശ്യമാണല്ലോ അവർക്ക്. തീർച്ചയായും ഇവിടെ നിലവിൽ നമ്മൾ പ്രദേശവാസികളെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ കുറച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഈ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു മേഖലയെ അറിയുന്നവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ തന്നെ ഇന്നലെ സുരക്ഷിത സ്ഥാനത്തേക്ക് നമ്മൾ ഇന്നലെ രാത്രി മാറ്റിയത് കണ്ടിരുന്നല്ലോ. ഇനി രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ട് പ്രാദേശികമായിട്ട് പരിചയമുള്ളവർ കൂടി ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിൽ രാവിലെ കടന്നു വന്ന സന്നദ്ധ പ്രവർത്തകർ അവർക്കൊപ്പമാണ്. അവരും സൈന്യവും നമ്മൾ കുറച്ച് മാധ്യമ പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്താണെങ്കിലും സൈന്യം മുന്നോട്ട് നീങ്ങുന്നു. നമുക്കും ഈ ഓരോ മേഖല കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും സൈന്യത്തിന്റെ തെരച്ചിൽ ഉണ്ടാവുക. ഈ കാലങ്ങളായിട്ട് ഇത്തരം ദുരന്ത മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ് അവർ. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിന്റെ ഘടന, അവിടെ നടന്ന അപകടത്തിന്റെ സ്വഭാവം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ അവരുടെ മിഷൻ ആരംഭിക്കും. ഏത് മേഖലയിലായിരിക്കും ആദ്യം പരിശോധന തുടങ്ങുക എന്നുള്ളത് ഒരു അവിടുത്തെ പ്രാധാന്യം പോലെ, അതായത് കെട്ടിടം തകർന്നു കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനടിയിൽ ഒരുപക്ഷെ ആരെങ്കിലും ഉണ്ടായേക്കാം എന്ന ഒരു തരത്തിലുള്ള കരുതലോടെ ആയിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ സംശയമുള്ള മേഖലകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ വളർത്തുജീവികളായ നായ്ക്കളടക്കം ചിലപ്പോൾ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് അവിടെ തന്നെ നിന്ന് അവർ ആ മേഖലയിൽ മണത്തും മാന്തിയും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ ഓരോ പ്രദേശം കേന്ദ്രീകരിച്ച് നോക്കിയാൽ നമ്മൾ കാണുന്ന കാഴ്ച രാഹുൽ അതൊന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. എന്താണെങ്കിലും നമുക്ക് സൈന്യത്തിന്റെ കൂടെ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. അവിടെ അതീവ ദുഷ്കരമാണ്. വഴി വെട്ടിയാണ് ഇവിടെ നടക്കുന്നത് എന്ന്
എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. മുട്ടറ്റം പൂണ്ടുപോകുന്ന ചേറിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അവിടെ നിന്നും സുരക്ഷിതമായ കല്ലുകളോ അല്ലെങ്കിൽ പലകയോ അല്ലെങ്കിൽ മരക്കഷ്ണമോ കണ്ട് അതിൽ ചവിട്ടി വേണം മുന്നോട്ട് നീങ്ങുവാൻ. ചവിട്ടുന്ന നിലത്ത് അതിന് താഴെ എന്താണെന്ന് നമുക്കറിയില്ല. ആരും ഉണ്ടാകരുതേ എന്ന് മനസ്സുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കിപ്പോൾ പറയാനാകില്ലല്ലോ. എന്താണെങ്കിലും ഈ ഒരു മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് സൈന്യത്തിന്റെ വരവോടെ ഈ ഒരു ദൗത്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു മേഖല അത്യശിൽ സജീവമാകും. ബെയിലി പാലം കൂടി നിർമ്മിച്ചു തീരുന്നതോടെ ഇവിടേക്ക് എക്സ്കവേറ്ററും JCBയും അടങ്ങുന്ന മറ്റു സംവിധാനങ്ങളെത്തും. അതോടെ രക്ഷാദൗത്യം അതിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കും. എന്താണെങ്കിലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. എന്തോ വളരെ നിർണായകമാണ് ഇനിയുള്ള മണിക്കൂറുകൾ. കാരണം നമുക്ക് രക്ഷാദൗത്യം അത് തുടരേണ്ടതുണ്ട്. രക്ഷാദൗത്യം ഇനിയും നീങ്ങേണ്ടതുണ്ട്. എത്രമാത്രം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ഇത് ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നത്. മരണപ്പുഴയായി മാറി ആ പ്രദേശം എന്നുള്ളതാണ്. മന്ത്രി